നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടുവോ? അജയൻ പറ. ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ? Are you serious? യെസ്, ഐ എം വെരി സീരിയസ്. ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടാ? നീ ഒരു പെണ്ണാണെന്ന് അറിഞ്ഞിട്ട്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെന്റ് എടുക്കാം. ഫ്രണ്ടേജ് അവിടെ നിന്ന് തുടങ്ങി ഇതുവരെ നോക്കണം. എന്താ സർ? എല്ലാം കയ്യിൽ. എന്താ പ്രശ്നം? നമ്മൾ ഈ വീട്ടിലെയാണോ? അതെ സർ, ഐ എം അഡ്വക്കേറ്റ് ജനനി സേതുമാധവൻ. ഓ, വക്കീലാണല്ലേ. എന്നിട്ടാണോ നിയമമൊന്നും അറിയാത്തതുപോലെ പെരുമാറുന്നത്? സർ, എന്താ സർ കാര്യം? ഒരു ചെറിയ കാര്യം. ഈ വീട് നിൽക്കുന്നത് വയൽ നികത്തിയ വസ്തുവിലാണ്. 2008 ഓഗസ്റ്റ് 12 കേരള നിയമസഭ പാസാക്കിയ വയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം കുറ്റവാളികളാണ് നിങ്ങൾ. ഒരു മുന്നറിയിപ്പിന്റെ പോലും ആവശ്യമില്ലാതെ ഈ വീട് ഇടിച്ചു നിരത്താൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. എന്തുവാ വീടിടിച്ച് നിർത്തുന്നോ? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. ഇയാളെന്തോടെ അവിടെ ഗുണ്ടായിസ് കാണിക്കുവാണോ? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ ഇവിടുത്തെ RDO ആണ്, റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ഏത് കൊടി കെട്ടിയവനാണെങ്കിലും ഞങ്ങൾക്കെന്താ? ഈ കോമ്പൗണ്ടിൽ കയറുമെന്നുള്ള ഷോ വേണ്ടെന്നാ പറഞ്ഞത്. അല്ല, എന്ത് ധൈര്യത്തിൽ ഇതൊക്കെ ഇടിച്ചു നിർത്തുമെന്നങ്ങ് പറഞ്ഞത്? നിയമലംഘനം ആയതുകൊണ്ട്. കൃഷിയിടങ്ങളും പരിസ്ഥിതിയും സംരക്ഷിക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ ആവശ്യമായതുകൊണ്ട്. ആരാ ഈ പൊതുസമൂഹം? ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമാണല്ലോ. ഞങ്ങളെ സേവിക്കാൻ ഞങ്ങള് ശമ്പളം തന്ന് വച്ചിരിക്കുന്ന ഞങ്ങളുടെ ജോലിക്കാരല്ലേ നിങ്ങള്? അപ്പോ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഞങ്ങൾ ജനം പറയും, നിങ്ങൾ അതങ്ങോട്ട് അനുസരിച്ചാ മതി. ഈ ജനം എന്ന് പറയുന്നത് മാണിക്യമംഗലത്തെ വിശ്വനാഥൻ മാത്രമല്ല, ഇതിനു പുറത്തും ഒരു ലോകമുണ്ട്. അവരുടെ പരാതി പ്രകാരമാണ് ഞങ്ങൾ ആക്ഷൻ എടുക്കുന്നത്. ആർക്കാടോ ഇത്ര വലിയ പരാതി? ഇവക്കാണോ പരാതി? ഇവളും അവളും ഒന്നുമല്ല, ജില്ലാ സബ് കളക്ടറാ. ഓ, കോൾ ഹെർ മാഡം. മേടോ ഇടപോക്ക ഇയാക്ക്. അവളെന്റെ പെങ്ങളാ. ഞാൻ അവളെ എനിക്ക് തോന്നുന്നത് വിളിക്കും. ഞാൻ തന്റെ പാട് നോക്കി പോടോ.
എന്തായി സർ? ഇവിടെ നടന്നിരിക്കുന്നത് പച്ചയായ നിയമലംഘനമാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. പിന്നെന്താ നടപടിയെടുക്കാൻ താമസം? താമസമൊന്നുമില്ല മാഡം. ഇവർക്ക് സാധനങ്ങൾ എടുത്തൊഴിഞ്ഞു പോകാൻ മാനുഷികമായ ഒരു പരിഗണന കൊടുക്കുന്നതേ ഉള്ളൂ. എന്തായാലും വേഗം വേണം. യെസ് മാഡം. നീ ഒരുപാട് കാര്യങ്ങൾ മൂപ്പിക്കാതെ കേട്ടാ. കയ്യബദ്ധം പറ്റുമെന്ന് കളക്ടറായി പോയെന്ന് വിചാരിച്ചോണ്ടേ നീ ഞങ്ങളെടുത്ത് അങ്ങോട്ട് ഉടുക്കാന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ പണി ചോദിച്ചു വാങ്ങരുത്. കളക്ടർ ആക്രമിച്ച കേസിലെ ജാമ്യം പോലും ഇല്ലാതെ താൻ അകത്ത് പോയി കിടക്കും. പ്രത്യേകിച്ചും കളക്ടർ ഒരു സ്ത്രീയായ സ്ഥിതിക്ക്. ചുമ്മാതെ വരട്ടല്ലേ സാറേ, ഞങ്ങൾ കൊലപാതകം ചെയ്തിട്ടില്ലല്ലോ. വയല് നികത്തി വീട് വയ്ക്കുന്ന ഈ നാട്ടിലെ ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ ഞങ്ങള്. അല്ല, അവർക്കൊക്കെ അതിന്റെ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. അല്ല, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ഞങ്ങളെ ശിക്ഷിക്കണോ? അന്ന് സ്വർണം പിടിച്ച് നീ ആളായതുപോലെ ഇനി ഈ വീടും കൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ കയ്യും കെട്ടി ഞങ്ങളങ്ങനെ വെറുതെ നോക്കി നിൽക്കില്ല. വ്യക്തിവിരോധം കൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്തതെന്ന് കോടതി തെളിയിച്ച് നിന്റെ കളക്ടർ ഉദ്യോഗം ഞാനങ്ങ് കളയിക്കും. കാണണോ നിനക്ക്? ആ, കാണണം. അങ്ങനെ ഒരു മാന്ത്രിക വിദ്യ നിങ്ങളുടെ വശം ഉണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണം. ദേ നിൽക്കുമല്ലേ പഠിപ്പുള്ളവരും വക്കീലന്മാരും ഒക്കെ. അറിവില്ലെങ്കിൽ അങ്ങോട്ട് ചോദിച്ചു നോക്കണം. വ്യക്തിവിരോധം കൊണ്ടല്ല, നിയമലംഘനം നടന്നതുകൊണ്ടാ ഞാൻ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നതെന്ന് അപ്പൊ ബോധ്യപ്പെടും. എനിക്കങ്ങനെ ഒരുത്തിയുടെ ഒത്താശയൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ട്. ആ, അഡ്വക്കേറ്റ് ജനനി ഹരിദാസ്, ഓ സോറി, ജനനി സേതുമാധവൻ, വയൽ നികത്തലുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഓ അത് ശരി. അപ്പൊ എല്ലാവരോടും ചേർന്നുകൊണ്ടുള്ള ഒത്തുകളിയായിരുന്നല്ലേ? ഏട്ടാ ഇത് ചതിയാ, നമ്മളെ തോപ്പിക്കാൻ. നിങ്ങളെ തോൽപ്പിക്കാനാണെങ്കിൽ ഈ നാടകം ഇത്രയും നേരം നോക്കി നിൽക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലായിരുന്നു. നിയമം ലംഘിച്ചുകൊണ്ട് പടുത്തുയർത്തിയ ഈ വീട് ഇടിച്ചു കളയാനേ ആദ്യം തന്നെ ഇവർക്ക് അനുവാദം കൊടുത്താ പോരായിരുന്നോ? കാരണം ഈ വീടിന്റെ ഉടമസ്ഥർ ഞങ്ങളാണല്ലോ. നിങ്ങൾക്ക് എന്ത് അനുവാദം വേണം കൊടുക്കാമല്ലോ. കാരണം നിങ്ങൾക്ക് മേലണം കിട്ടിയ സ്വത്തല്ലല്ലോ. പക്ഷേ ഞങ്ങൾക്ക് ഇത്തിരി ഛേദമുണ്ട്. നിങ്ങളുടെ കുടുംബ തർക്കമൊന്നും നിയമത്തിന് ബാധകമല്ല. വക്കീലിന് നിയമം പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. 2008 ഓഗസ്റ്റ് 12 കേരള സർക്കാർ ഉത്തരവ് പ്രകാരം വയല് നികത്തി വീട് വയ്ക്കുകയോ മറ്റെന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനേറെ നിയമക്കുരുക്കുകളുണ്ട്. ഓ, ആ കുരുക്കുകളൊക്കെ വേണ്ട പോലെ അഴിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഈ വീട് വെച്ചത് അല്ലേട്ടാ? പിന്നെ അല്ലാതെ. അറിയാത്ത കാര്യങ്ങൾ പറയരുത്. വക്കീല് പറ, നിയമം മാത്രം പറ.